ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പച്ചരി കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഈ പൊടിയൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വരുന്ന സമയത്ത് പൊടി ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്. ഇനി പതുക്കെ ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവിന് നല്ല ചൂടുണ്ടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പതിയെ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട്. മാവൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കൈ ഇതുപോലെ വെള്ളത്തിലൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റായി വരുന്നത് വരെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഇതുപോലെ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ബോളാക്കി എടുക്കാം. മാവെല്ലാം ഒരുമിച്ച് ബോളാക്കി എടുക്കുന്നില്ല, ആദ്യം പകുതിയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഒരുമിച്ച് ബോളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലേക്ക് അല്പം പൊടി വിതറുക. എന്നിട്ടൊരു ബോളെടുത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു കുഴലെടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ വളരെ കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഈ തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ബാക്കിയുള്ള മാവ് ബോൾസാക്കി എടുക്കുമ്പോൾ മാവ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് വേണം ബോൾസാക്കി എടുക്കാനായിട്ട്. ഇനി എല്ലാം നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് പത്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ചെറുതായി ആവി വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയ ബബിൾസ് പൊങ്ങി വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി എല്ലാ പത്തിരിയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.